ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നെ ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ലേഡീസ് ഇന്നത്തെ കാലഘട്ടത്തിലും ഉണ്ട്. എനിക്ക് ഒത്തിരി പരാതികൾ വരാറുണ്ട്. അപ്പം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്യാം എന്ന് കരുതി പല ആളുകളും അതിൻ്റെ ഒരു ദുഃഖത്തിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഒത്തിരി ടിപ്സുകൾ പറയുന്നുണ്ട്, 8 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്മൈൽ എന്ന് പറയുന്നത് വലിയൊരു ഇൻവിറ്റേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആരെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളെ കാണുന്ന സമയത്ത് ഒരു സ്മൈല് കൊടുക്കുക. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, മറ്റുള്ളവരെ നമ്മളെ നോട്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ നീടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കാണുന്ന സമയത്ത് ഒരു സ്മൈൽ കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഒരാളിലോട്ട് അട്രാക്ഷൻ പോകുന്നത് ആളെ ഫസ്റ്റ് എങ്ങനെ കാണുന്നു എന്നുള്ളതിലാണ്, അല്ലേ? നന്നായിട്ട് വെൽ ഡ്രസ്സഡ് ആണ്, വൃത്തിയിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടൊരു അറ്റൻഷൻ പോകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ്, അല്ലേ? അപ്പോൾ വെൽ ഡ്രസ്സഡ് ആവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. വെൽ ഡ്രസ്സഡ് ആവാതെ എന്നാരും നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ വെൽ ഡ്രസ്സഡ് ആവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്നേഹത്തോടു കൂടി 2-3 സെക്കൻഡ് നമ്മൾ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു തോന്നൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന രീതിയിൽ നോക്കുക എന്നുള്ളതാണ്. എനിക്ക് ദേഷ്യപ്പെട്ട് നോക്കുക എന്നുള്ളതല്ല, വളരെ സോഫ്റ്റായിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളൊരാളെ ഒരു 2-3 സെക്കൻഡോളം അറ്റൻഷൻ കൊടുത്ത് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു സിഗ്നൽ കിട്ടും എന്നെയാണ് നോക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ അതുവഴി അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനും ഇങ്ങോട്ട് സംസാരിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യുന്ന ആളാണെങ്കിലും, എന്ത് ജോലിയിൽ ഏർപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം അത് സന്തോഷത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഹാബിറ്റുകൾ, ഹോബീസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് എൻഗേജ്ഡ് ആവുന്നത്, ഹാപ്പി ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഒരു എനർജി ലെവൽ വേറെ തന്നെയായിരിക്കും. നമ്മുടെ ഒരു ഓറ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം അതിന്. നമ്മൾ അടുത്തേക്ക് വരുമ്പോഴേക്കും ആ ഒരു പോസിറ്റിവിറ്റിയും എനർജിയും ഒക്കെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അടിപൊളിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഷർട്ടിനെ അല്ലെങ്കിൽ ടീഷർട്ടിനെ അല്ലെങ്കിൽ ഷൂ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക എന്നുള്ളത്. ഷർട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, എവിടെ നിന്ന് എടുത്തതാ, അല്ലെങ്കിൽ ഷൂ അടിപൊളിയായിട്ടുണ്ട്, ഏതാ ബ്രാൻഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുക, കോംപ്ലിമെന്റ് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു തുടങ്ങാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇതും ഒരു ഐഡിയ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ആ വ്യക്തിക്ക് നമ്മളിലോട്ടൊരു ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരു ക്രൗഡിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സുഹൃത്തുക്കളുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആ വ്യക്തി ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അപ്പം നമ്മൾ ഒരു ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് കുറച്ചൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്തേക്ക് ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സിഗ്നൽ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിനനുസരിച്ചിട്ടായിരിക്കും അവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക. അല്ലാതെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ വന്ന് അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കരുത്. സോ നമ്മൾ അങ്ങോട്ടും എന്ത് ചെയ്യണം, ചെറിയ രീതിയിലുള്ള ഒരു ആക്സസ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. പിന്നെ പറയുന്നത്, എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സെൽഫ് കെയർ നന്നായിട്ട് ചെയ്യാം, സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ അറ്റൻഷനും ശ്രദ്ധയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പം ഈ പറഞ്ഞ 7-8 കാര്യങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ ഏത് ശ്രദ്ധിക്കാത്ത വ്യക്തിയെയും മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കും. അത് സ്ത്രീ പുരുഷൻ എന്നൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എന്നെ ഒരാൾ നോക്കുന്നു അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ചെറിയ ചെറിയ ടിപ്സാണ്, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.
ഇനി നിങ്ങൾക്ക് പണ്ടത്തെ പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല, ഭയങ്കര പ്രയാസത്തിലാണ്, പണ്ടത്തെ അത്ര സ്നേഹമൊന്നുമില്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇങ്ങോട്ട് നല്ല രീതിയിൽ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്ന് മെസ്സേജ് ഇടുക. ഫ്രീ ആയിട്ട് അയച്ചു തരാം. അതിന് നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫോളോവേഴ്സിന് മാത്രമാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് അയച്ചു തന്നു കഴിഞ്ഞാൽ അതെല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉടനെ ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് പറയുക മനസ്സിൽ. അത് ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അത് പറയുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഫീൽ ചെയ്തിട്ട് പറയണം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്